സ്നേഹിക്കുന്ന ഈശോയെ, മനോഹരമായ ഈ പ്രഭാതത്തിൽ പുതിയ സ്നേഹം നൽകി അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി. അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ കൃപ നൽകി നന്ദി പറയുന്നു. ഈ സമയം ഞങ്ങളെ എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഈശോയെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ ഒക്ടോബർ മാസം, അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം അങ്ങേ ആരാധിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധ ജപമാല പ്രാർത്ഥനയിലുള്ള അചഞ്ചലമായ ആശ്രയത്വത്തിലും പ്രത്യാശയിലും ഈ പ്രഭാതത്തിലും അമ്മയുടെ ചാരെ ഞങ്ങളും അണയുകയാണ്. ഇന്നേ ദിനം ഞങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും കുറവുകളിലും നിറവുകളിലുമെല്ലാം അമ്മയുടെ കരുതലും കരസ്പർശവും ഉണ്ടാകണമേ. അമ്മയുടെ ഇഹലോക ജീവിതത്തിൽ തിരഹിതാനുസരണം നിറവേറിയ സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവസാനം വരെ അമ്മ പിടിച്ചു നിന്നുവല്ലോ. ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ നിരവധിയായ ദുരിതങ്ങളെയും സഹനങ്ങളെയും ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ കുടുംബത്തിനു വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി പല നിസ്സഹായതയിൽ സഹിച്ചും ക്ഷമിച്ചും ജീവിതത്തിൽ തുടരേണ്ടി വരാറുമുണ്ട്. അമ്മേ മാതാവേ, അലിവോടെ ഞങ്ങളെ അമ്മ കാണണമേ. ജീവിതത്തിൻ്റെ ക്ലേശമുഖങ്ങളിൽ മടുത്തും മരവിച്ചും പിൻവാങ്ങാതെ അവസാനം വരെ സഹിച്ചു നിന്നുകൊണ്ട് കൂടിയുള്ളവരെ കരുതുന്ന നിസ്വാർത്ഥ സ്നേഹബലത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. അവിടുത്തെ കരുണയാൽ സകല ദുഃഖദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിക്കുകയും കൃപയുടെ മഹത്വമേറിയ സഹായത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ രക്ഷിതമാക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. ആബാപിതാവിനോടുള്ള ഈ അത്ഭുത പ്രാർത്ഥന 9 തവണ ചൊല്ലിക്കൊണ്ട് നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ.
ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ.